നഥാനയേൽ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് യേശു അവരെ നോക്കി പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, ഇയാളിൽ യാതൊരു കാപട്യവുമില്ല. ഇതാ ഒരു യഥാർത്ഥ പുരോഹിതൻ, ഫ്രാങ്കിൻ അച്ഛനിൽ യാതൊരു കാപട്യവുമില്ല. ഫ്രാങ്കിൻ അച്ഛൻ്റെ സഹപാഠി എന്ന നിലയിൽ എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും, ഫ്രാങ്കിൻ അച്ഛൻ കാപട്യമില്ലാത്ത മനുഷ്യനായിരുന്നു. ഫ്രാങ്കിൻ അച്ഛൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി, നിഗൂഢതകളില്ലാത്ത, രഹസ്യങ്ങളില്ലാത്ത തുറന്ന പുസ്തകം. ആ പുസ്തകത്തിൽ മനോഹരമായ ഒരുപാട് അധ്യായങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായ ചില അധ്യായങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 1996 കൊല്ലം സെൻട്രൽ ഫെയർ സെമിനാരിയിൽ നിന്ന് ഫ്രാങ്കിൻ അച്ഛൻ ഉൾപ്പെടുന്ന ഞങ്ങൾ സഹപാഠികളായ ബ്രദേഴ്സ് 5 പേര് ആലുവ മേജർ സെമിനാരിയിൽ പരിശീലനത്തിനായി പോകുന്നത്. ഫ്രാങ്കിൻ അച്ഛൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ടാണ് സെമിനാരിയിൽ പ്രവേശിക്കുന്നത്. ഞങ്ങളാകട്ടെ 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷവും. അതുകൊണ്ട് ഫ്രാങ്കിൻ അച്ഛൻ ഞങ്ങളെക്കാൾ 5-6 വയസ്സ് കൂടുതൽ പ്രായമുള്ള വ്യക്തിയായിരുന്നു. പ്രായത്തിൽ കൂടുതൽ ഉള്ള മനുഷ്യനാണെങ്കിലും എല്ലാ പ്രായക്കാരുമായി സഹകരിച്ചു പോകാൻ ഫ്രാങ്കിൻ അച്ഛന് സാധിച്ചു. സക്കേവൂസിനെ പോലെ പൊക്കം കുറവായിരുന്ന മനുഷ്യനാണെങ്കിലും ഫ്രാങ്കിൻ അച്ഛൻ കൂടെ പറയുമായിരുന്നു, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ് ആ കുറവിനെയും അതിജീവിച്ചിരുന്നു. ആലുവ സെമിനാരിയിലെ പരിശീലനം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 1 മാസം കഴിയുമ്പോഴാണ് അറിയുന്നത് ഫ്രാങ്കിൻ അച്ഛന് ഒരു വലിയ അസുഖം, കിഡ്നി സംബന്ധമായ അസുഖം. ഏതാണ്ട് 1 മാസക്കാലം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയി. ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്ന ഫ്രാങ്കിൻ അച്ഛൻ വളരെ അസ്വസ്ഥനായി, ഒരുപാട് മാനസിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് ഈ പരിശീലനം പൂർത്തിയാക്കി വൈദികനാകാൻ സാധിക്കുമോ? ഫ്രാങ്കിൻ അച്ഛൻ സെമിനാരിയുടെ ചാപ്പലയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം, പൊതുവായുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നിരവധി മണിക്കൂർ ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു. അതിനുശേഷം നിരന്തരമായ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെയാണ് ഫ്രാങ്കിൻ അച്ഛൻ അദ്ദേഹം സ്വപ്നം കണ്ട വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് എത്തിച്ചേർന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ, പോരായ്മകൾ, പ്രതിസന്ധികൾ ഘട്ടങ്ങളിലെല്ലാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ വിജയം നേടിയ വ്യക്തിയാണ് ഫാദർ ഫ്രാങ്കിൻ. അദ്ദേഹം നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം, മനുഷ്യരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കുറവുകളുണ്ട്, പല തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണ് നമ്മൾ വിശ്വസിക്കുന്ന യേശുവിൽ പരിപൂർണമായി ആശ്രയിക്കുക. യേശുവിൽ പരിപൂർണമായി ആശ്രയിച്ച് കഠിനാധ്വാനം ചെയ്യും. ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഓരോ സുവർണ്ണങ്ങളുണ്ട്. ഫ്രാങ്കിൻ്റെ ജീവിതത്തിലെ പുണ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഫ്രാങ്കിൻ അച്ഛന് ആരോടും
പിണക്കമില്ലാത്ത മനുഷ്യൻ, സൂക്ഷിക്കാത്ത മനുഷ്യൻ, നിലച്ചിരിക്കാത്ത സമയത്ത് മരണം വന്ന വാടി പിടിച്ച് അച്ഛനെ കൊണ്ടുപോകുന്നു. അച്ഛൻ പോകുമ്പോൾ ആരോട് പരിഭവമില്ലാതെയാണ് പോകുന്നത്. ശാന്തമായ മനസ്സോടെ, സ്വന്തമായ മനസ്സോടെ ഈ ലോകം വിട്ടു പോകുന്നു. അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒരിക്കൽ ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്. നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമുക്ക് ആരോടും പരിഭവമുണ്ടാകാൻ പാടില്ല, പിണക്കമുണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മളും നിലച്ചില്ലാത്ത സമയത്താണോ, ഏത് ദിവസമാണോ, ഏത് മണിക്കൂറിലാണോ ഈ ഭൂമി വിട്ടു പോകേണ്ടതെന്ന് നിശ്ചയമില്ല. ഇവിടെ വിട്ടു പോകുമ്പോൾ ശാന്തമായ മനസ്സോടെ, സ്വസ്ഥമായ മനസ്സോടെ നമുക്ക് പോകാൻ സാധിക്കണം. മനസ്സിലാരോടും വൈരാഗ്യമില്ലാതെ, മനസ്സിലാരോടും ശത്രുതയില്ലാതെ, ഭയവും പിണക്കവും ഇല്ലാതെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കണമെന്നാണ് ഫ്രാങ്ക്ലിൻ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം. റോബിൻ ശർമ്മയുടെ ഭൂമിക്കായി ബെന്യൂക്കായി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ അന്തസത്ത എങ്ങനെയാണ്? നീ ജനിച്ചപ്പോൾ നീ മാത്രം കരഞ്ഞു, എന്നാൽ ലോകം മുഴുവൻ സന്തോഷിച്ചു. നീ മരിക്കുമ്പോൾ ലോകം മുഴുവൻ കരയണം, നീ മാത്രം സന്തോഷിക്കണം. ആ വിധത്തിലാണ് നീ ജീവിക്കേണ്ടത്. ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ മരണ വാർത്ത അറിഞ്ഞ നിമിഷം തുടങ്ങി ബെൻസിയർ ആശുപത്രിയുടെ മോർച്ചയുടെ മുൻപിൽ പല ഇടവകളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തി കൂട്ട നിലവിളിയാണ്. ഈ നിമിഷം വരെ തേങ്ങലടയ്ക്കാൻ സാധിക്കാതെ ഈ പള്ളിക്കകത്തിൽ നിന്ന് നീങ്ങുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഫ്രാങ്ക്ലിൻ അച്ഛൻ എല്ലാവരെയും സ്നേഹിച്ചു. ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഫ്രാങ്ക്ലിൻ അച്ഛൻ വേർതിരിവില്ലാതെ മനുഷ്യരെ സ്നേഹിച്ചു. വിഭാഗീയത ചിന്തയില്ലാതെ മനുഷ്യരെ സ്നേഹിച്ചു. ഇടവക ജനങ്ങളുടെ ദുഃഖം ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ ദുഃഖമായിരുന്നു. ഇടവക ജനങ്ങളുടെ സന്തോഷം ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ സന്തോഷമായിരുന്നു. എല്ലാവരുടെയും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേർന്ന വൈദ്യം. ഞാൻ പറഞ്ഞു കേട്ടു, കോഴിക്കോട് ഇടവകയിൽ സേവനം ചെയ്യുന്ന സമയത്ത് ഒരു മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി മരണപ്പെട്ടു. അവരുടെ ശവശരീരങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ഫ്രാങ്ക്ലിൻ അച്ഛൻ ആലപ്പുഴ ഹാർബറിൽ 5 ദിവസം ക്യാമ്പ് ചെയ്ത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ ശവശരീരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വൈദികൻ വേർതിരിവില്ലാതെ, വിഭാഗീയതയില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കും. സഭാപ്രസംഗകന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഞാൻ മരിക്കുന്ന ദിവസം ജനിച്ച ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഞാൻ മരിക്കുന്ന ദിവസം ജനിച്ച ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ ഗുരുവായിരുന്ന ജോസഫ് ഫെർണാണ്ടസ് അച്ഛനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് അപൂർണമാണ്. സാമുവൽ പ്രവാചകൻ ഏലി പുരോഹിതന്റെ കീഴിൽ ശിഷ്യനായി ശുശ്രൂഷകൾ പഠിച്ചതുപോലെ ജോസഫ് ഫെർണാണ്ടസ് അച്ഛൻ്റെ കീഴിൽ ശിഷ്യനായി വളർന്നു വന്ന മകനാണ് ഫാദർ ഫ്രാങ്ക്ലിൻ. അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും സെമിനാറിൽ നിന്ന് അവധിക്ക് വരുന്ന സമയത്തും എല്ലാ ബുധനാഴ്ചയും വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിൽ പോയി ജപമാല പ്രാർത്ഥന നയിക്കുമായിരുന്നു.
കാലം ചെയ്ത ജോസഫ് ഫെർണാണ്ടസ് അച്ഛൻ ഒരു വലിയ മാതാവിൻ്റെ ഭക്തനായിരുന്നു. ആ മാതാവിൻ്റെ ഭക്തി ഫ്രാങ്ക്ലിൻ അച്ഛന് ലഭിച്ചു. ഫ്രാങ്ക്ലിൻ അച്ഛൻ ഈ ലോകത്തോടെ വിട പറഞ്ഞത് ഫെബ്രുവരി മാസം 11-ാം തീയതി പരിശുദ്ധ ലോർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. ഞാൻ മരിച്ച ദിവസം ഞാൻ ജനിച്ച ദിവസത്തേക്കാൾ ഉത്തമമാണ്. കത്തോലിക്ക തിരുസഭ ലോർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം ലോക രോഗി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ കന്യകാമറിയം ഫ്രാങ്ക്ലിൻ അച്ഛനെ രോഗങ്ങളില്ലാത്ത ലോകത്തിലേക്ക്, വ്യാധികളില്ലാത്ത ലോകത്തിലേക്ക്, അൽവലും അലച്ചിലുമില്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി ബൈബിൾ പ്രസംഗ മത്സരമുണ്ട്. ഒരിക്കൽ ഫ്രാങ്ക്ലിൻ അച്ഛൻ ബൈബിൾ പ്രസംഗ മത്സരത്തിന് തിരഞ്ഞെടുത്ത വിഷയം സുവിശേഷത്തിലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമായി. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോ പറയും, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിക്കും, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കുവിൻ എന്ന് ഈശോ മറുപടി പറയും. മൂന്നാം പ്രാവശ്യവും ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിതനായി. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നുവല്ലോ. കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ എന്ന ആ വചനത്തെ ഫ്രാങ്ക്ലിൻ അച്ഛൻ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയായിരുന്നു, കർത്താവേ, ഞാൻ ബലഹീനനാണെന്ന് നീ അറിയുന്നു, ഞാൻ കുറവുള്ളവനാണെന്ന് നീ അറിയുന്നല്ലോ, ഞാനൊരു പാപിയാണെന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ പാപങ്ങൾക്കും എൻ്റെ ബലഹീനതകൾക്കും എൻ്റെ കുറവുകൾക്കും ഉപരിയായി ഞാൻ എന്നെ സ്നേഹിക്കുന്നു. പാപങ്ങൾക്കും കുറവുകൾക്കും ബലഹീനതകൾക്കും ഉപരിയായി ഈശോയെ സ്നേഹിച്ച, ഈശോയുമായി ഒരു ഗാഠബന്ധം സൂക്ഷിച്ചു. 1220 പോർച്ചുഗലിൽ 5 ഫ്രാൻസിസ്കൻ വൈദികന്മാരുടെ മൃതശരീര സംസ്കാര ശുശ്രൂഷ മൊറോക്കോയിൽ വെച്ച് വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഈ 5 ഫ്രാൻസിസ്കൻ വൈദികർ അവരുടെ മൃതശരീര സംസ്കാര ശുശ്രൂഷയിൽ ഫെർണാണ്ടോ എന്നൊരു ചെറുപ്പക്കാരനും പങ്കെടുത്തിരുന്നു. അവിടുത്തെ നടത്തുന്ന മൃതശരീര സംസ്കാര ശുശ്രൂഷകളിലെ പ്രാർത്ഥന, അതിനു മധ്യയുള്ള സുവിശേഷ പ്രസംഗം, ഇതെല്ലാം കേട്ട ഫെർണാണ്ടോ തീരുമാനിക്കുന്നു, ഞാനും ഫ്രാൻസിസ്കൻ സഭയിലെ ഒരു വൈദികനാണ്. ഒരു മൃതശരീര സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോഴാണ് ഫെർണാണ്ടോയ്ക്ക് ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമാകണം എന്ന പ്രചോദനമുണ്ടായി. അടുത്ത ദിവസം ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സഭയുടെ സുപ്പീരിയറച്ചനെ കണ്ടു പറയുകയാണ്, മൊറോക്കോയിൽ സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഭാവസ്ത്രം സ്വീകരിക്കാൻ ഞാൻ. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയുടെ സന്യാസ സഭാവസ്ത്രം സ്വീകരിച്ച് സുവിശേഷം പ്രസംഗിച്ച സഭയിലെ സമുന്നത സുവിശേഷ പ്രഘോഷകനായിരുന്നു വിശുദ്ധ അന്തോണീസ്. അദ്ദേഹം ഫെർണാണ്ടോ പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന അന്തോണീസായി ഇന്ന് സഭ അദ്ദേഹത്തെ വിശുദ്ധ അന്തോണീസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വണങ്ങുന്നു. പ്രിയപ്പെട്ടവരെ,
അച്ഛൻ്റെ മരണത്തിന് ശേഷം ഈ നിമിഷം വരെ ആയിരങ്ങളാണ് ഫ്രാങ്ക്ലിൻ അച്ഛനെ കണ്ട് അന്ത്യ അഭിവാദ്യം അർപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇത്രയും ആളുകളുടെ മനസ്സിൽ, ഇത്രയും ആളുകളുടെ ഹൃദയത്തിൽ സ്പർശിക്കാൻ ഫ്രാങ്ക്ലിൻ അച്ഛൻ സാധിച്ചു. ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ ജീവിതവും ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ മരണവും ഈ മൃതശരീര സംസ്കാര ശുശ്രൂഷയിൽ നമ്മളെ പ്രചോദിപ്പിക്കണം. ഇതുപോലെ ഒരു വൈദികനായി തീരണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കണം. ഫ്രാങ്ക്ലിൻ അച്ഛൻ ഏത് ആവശ്യത്തിന് വേണ്ടി നിലകൊണ്ടുവോ, ഫ്രാങ്ക്ലിൻ അച്ഛൻ ഏത് സുവിശേഷം പ്രസംഗിച്ചുവോ, ആ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ, ആ സുവിശേഷ മൂല്യങ്ങൾ പ്രസംഗിക്കാൻ, ആ സുവിശേഷ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കണം. ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ ജീവിതം, അപ്പോഴാണ് ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രൂപതയിലുണ്ടായിരുന്ന ജെയിംസ് പുത്തൻപുര അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ്റെ മൃതശരീര സംസ്കാര ശുശ്രൂഷയിൽ ചരമപ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഫെർഡിനാൻഡ് കായാവിലായിരുന്നു. അദ്ദേഹം ഈ ചരമപ്രസംഗം അവസാനിപ്പിച്ച ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ജെയിംസ് പുത്തൻപുര അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ സങ്കടത്തിൽ, വേദനയിൽ കണ്ണീരൊപ്പാൻ വേണ്ടി കരങ്ങളിൽ തൂവാല കൈലേസ് കരുതിയിരിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന കൈലേസുകൾ മാറ്റിവെക്കുക. കാരണം ജെയിംസ് അച്ഛൻ മരിച്ചിട്ടില്ല. ജെയിംസ് അച്ഛൻ മരിച്ചിട്ടില്ല. അച്ഛൻ ഉറങ്ങുകയാണ്. അച്ഛൻ ഉണർന്ന് എഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ടായിരിക്കും. ഫ്രാങ്ക്ലിൻ അച്ഛനെ കുറിച്ച് വിലപിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കയ്യിലെ കൈലേസുകൾ മാറ്റിവെക്കുക. ഫ്രാങ്ക്ലിൻ അച്ഛൻ മരിച്ചിട്ടില്ല. ഫ്രാങ്ക്ലിൻ അച്ഛൻ ഉറങ്ങുക.